വിശന്നിട്ട് വയ്യ. ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുക? എനിക്ക് വിശന്നിട്ട് വയ്യ. നിനക്ക് അറിയത്തില്ല, ഞാൻ മുമ്പേ പറഞ്ഞതല്ലേ ഇവളോട് എനിക്ക് വിശക്കണം. എടി ഗീതേ, ഗീതേ, ഈ പെണ്ണ് വിളിച്ചിട്ട് വിളിയും കേൾക്കുന്നില്ലല്ലോ. നീ ഇവളിവിടെ ഇല്ലേ? ആ എന്താ അമ്മേ? ഓ, തമ്പുരാട്ടി ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ വിളിച്ചിട്ട് എന്താ കേട്ടില്ലേ? ആ, അതെങ്ങനെ കേൾക്കാനാ? എപ്പ നോക്കിയാലും കണ്ണാടിയുടെ മുമ്പിലല്ലേ ഒരുക്കം. അതേ ഉള്ളല്ലോ ജോലി. അമ്മ ഇപ്പൊ എന്തിനാ വിളിച്ചേ? എനിക്ക് നല്ലോണം വിശക്കുന്നു, അതിനാ നിന്നെ വിളിച്ചത്. നീ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഇവിടെ? അയ്യോ അമ്മേ, ഞാൻ ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ. ഇനി എന്ത് ചെയ്യും? ആ, കൊള്ളാം. പിന്നെ ഇത്രയും നേരം പോലെ ഇവിടെ എന്താ എടുക്കുമായിരുന്നു? നീ യൂട്യൂബിൽ ഓരോ വീഡിയോ ഇട്ടോണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഞാനൊന്നും ഉണ്ടാക്കിയില്ല അമ്മേ. ഇനി എന്ത് ചെയ്യും? ആ, ഇതൊന്നും പറഞ്ഞാൻ പറ്റത്തില്ല. എനിക്ക് വിശക്കുന്നുണ്ട്. എനിക്ക് ഫുഡ് വേണം. എവിടുന്നാ ഭക്ഷണമെന്നൊന്നും എനിക്കറിയണ്ട. എനിക്കിപ്പം നല്ലോണം വിശക്കുന്നു. എനിക്കിപ്പം തന്നെ ഭക്ഷണം വേണം. എന്നാ ഒരു കാര്യം ചെയ്യാം അമ്മ, ബാ നമുക്ക് കടയിൽ പോയി കഴിക്കാം. എന്നാ ശരി, ഞാൻ ദാ ഇപ്പം വരാമേ. ഇനി നാളെ ഇതുപോലെ ആവർത്തിക്കരുത്. നാളെ ഭക്ഷണം ഉണ്ടാക്കണം. ആ ശരി ഉമ്മ. ഉമ്മ വേഗം റെഡി ആയിട്ട് വാ. ഓ, ഞാൻ പെട്ടെന്ന് റെഡിയായി വന്നോളാം. നിനക്കല്ലേ ഒരുക്കം, നീ പെട്ടെന്ന് പോയി റെഡി ആവാൻ നോക്ക്. എന്നാ ശരി ഉമ്മ, ഞാൻ പോയി ഒരുങ്ങട്ടെ. ഷോ, ഇനി 500 രൂപ മുടക്കണം. എന്ത് കഷ്ടവാ. എന്തായാലും വേണ്ടിയില്ല, കടയിൽ പോവാ. വേഗം മാമ്മി, കട എത്തി. അതേ വരുന്നു. കടയിൽ പൈസ ഒക്കെ നീ കൊടുത്തോണം. ഞാൻ കഴിക്കാൻ വേണമെങ്കിൽ, പക്ഷെ നീ കൊടുക്കണം പൈസ. ഓ, പൈസ ചെലവാക്കുന്നത് പറ്റത്തേ ഇല്ല ഈ അമ്മയ്ക്ക്. ഒര പോലും മുടക്കത്തില്ല. കഴിക്കാനാണെങ്കിലും കുടിക്കാനാണെങ്കിലും ഒര പോലും എടുക്കത്തില്ല. നല്ലതാ. ചിന്തയിൽ പറഞ്ഞു പുള്ളി. ഓ ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ലേ. ദാ കട എത്തി. നമുക്ക് വിശക്കുന്നല്ലേ പറഞ്ഞേ. കഴിക്കണ്ടേ? ബാ മോളെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇതെന്താ ഇവരുടെ കടയിൽ പൈസ ഇല്ലെന്നിട്ടാണോ ഇത്രയും കുഞ്ഞു ചേര ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്? ആ, എനിക്കറിയില്ലമ്മേ. ഇതെന്താ പെണ്ണെ ഈ ചായയുടെ കൂടെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചേക്കുന്നത്? കഴിക്കാനുള്ളതാണോ? അതെ അമ്മേ, ഇത് കഴിക്കാനുള്ളതാ. ഇതിന്റെ പേരാണ് സമൂസ. ഓ, എന്തൊക്കെ വേണ്ട? സമോസയോ? സമോസയല്ലമ്മേ, സമൂസ. ഇതിപ്പോ എന്തേലും ആയിക്കട്ടെ, എനിക്കിതൊന്നും വേണ്ട. എനിക്ക് നല്ല കൊഴക്കൊട്ടയോ എല്ലാം കൊണ്ടുത്താ. അമ്മ എന്ത് ഉച്ചക്ക് കൊഴക്കൊട്ടയാണോ കഴിക്കുന്നത്? കൊഴക്കൊട്ടയില്ല, ചോറായാലും മതി. എനിക്ക് വിശക്കുന്നുണ്ട്. സമൂസ തിന്നാലൊന്നും എന്റെ വിശപ്പ് മാറത്തില്ല. ആ ശരി, ഞാൻ ഇവിടുത്തെ വെയിറ്ററിനോട് പറയാം ഇവിടുത്തെ കൊഴക്കൊട്ട ബിരിയാണിയൊക്കെ കൊണ്ടുവരാനായിട്ട്. കഴിക്കാൻ എന്താ വേണ്ടത് മേഡം? ഇവിടെ കൊഴക്കൊട്ടയോ ചോറോ വല്ലതും ഉണ്ടോ? കൊഴക്കൊട്ടയില്ല, ചോറൊക്കെ ഉണ്ട്. സദ്യ വേണോ അല്ലാതെ ചോറ് വേണോ? എന്താ വേണോ അമ്മേ? സദ്യ വേണോ ചോറ് വേണോ? സദ്യയും ചോറും ഒന്നല്ലേ? അല്ലമ്മേ, സദ്യക്കകത്ത് കുറച്ച് കൂടുതൽ കറിയുണ്ട്. ഇവിടെ ചോറിനകത്ത് 2-3 കറിയേ കാണത്തുള്ളൂ. ആണോ? എന്നാ പിന്നെ 2 ഇങ്ങ് എടുത്തേ. 2 ഓരോന്ന് വെച്ച് കഴിക്കാം. ഈ അമ്മയ്ക്ക് ഒരെണ്ണം കഴിച്ചാ പോരെ, എന്തിനാ ഇത്രയൊക്കെ കഴിക്കുന്നത്? ഞാനല്ലേ പൈസ കൊടുക്കുന്നത്, അതുകൊണ്ടായിരിക്കും ഇത്രയൊക്കെ പറയുന്നത്. എന്താ നീ പെറുപിറുക്കുന്നേ? ഓയ് ഒന്നുമില്ലമ്മേ, ഞാൻ ഈ വെയിറ്ററിനോട് പറയുമായിരുന്നു ഇതൊക്കെ മതിയെന്ന്, 2 ഓരോന്ന് എടുത്തോളാൻ. ആ, മനസ്സിലായി. ഓക്കെ മേഡം, ഞാൻ എന്നാ ഡിഷസ് എടുത്തോണ്ട് വരാം. പിന്നെ ഇയാളെന്ത് ഡിഷസ് എടുത്തോണ്ട് വരാൻ പറയുന്നേ? നമ്മളിവിടെ പാത്രം കഴുകാനല്ല വന്നേക്കുന്നതെന്ന് അയാളോട് പറ. അതിന് പാത്രം കഴുകാൻ അമ്മയോട് ആരും പറഞ്ഞില്ലല്ലോ. പിന്നെ ഇങ്ങനല്ലേ പറഞ്ഞത് പാത്രം കഴുകുന്ന ഡിഷസ് എടുത്തോണ്ട് വരാന്ന്? അമ്മേ, ഇത് പാത്രം കഴുകുന്ന ഡിഷസ് അല്ല, തിന്നുന്ന ഡിഷസ്. എന്ന് വെച്ചാ ഓരോ കഴിക്കുന്ന ഭക്ഷണങ്ങള്. ഓ, അതാണോ? ഞാൻ എത്ര നേരമായി പോയിട്ട്, എനിക്ക് വിശന്നിട്ട് വയ്യ. കുറെ നേരം കൊണ്ട് ഞാൻ പറയും എനിക്ക് വിശക്കുന്നെന്ന്. ഇതാ മേഡം ഫുഡ്. വേറെന്തെങ്കിലും വേണോ മേഡം? വേണ്ട, ഇത് മതി. നീ എന്ത് അവിടെ തന്നെ പിടിച്ചു വെച്ചേക്കുന്നേ? എനിക്ക് ഇങ്ങോട്ട് താ, എനിക്ക് വിശന്നിട്ട് വയ്യ. അമ്മയ്ക്ക് നൂഡിൽസ് ആണോ ചോറാണോ വേണ്ടത്? ഞാൻ മുമ്പേ പറഞ്ഞല്ലേ നിന്നോട് എനിക്ക് ചോറ് മതിയെന്ന്. ആ ശരി അമ്മേ, എന്നാ എന്താ ചോറ്. ഇരിപ്പിണ്ടേ, ഇത് എവിടെ വെച്ച് കഴിക്കും നമ്മള്? അതെന്തമ്മേ അമ്മ അങ്ങനെ ചോദിച്ചേ? അതോ, അത് കൈ പിടിച്ച് കഴിക്കാം, അല്ലാതെ പിന്നെ എവിടെ വെക്കും? കൈ പിടിച്ച് കഴിക്കാനോ? ഒന്നും പറ്റത്തില്ല. ഈ ചായയും കപ്പും ഒക്കെ മാറ്റാൻ അവരോട് പറ.
ഇതൊന്നും പറ്റൂലമ്മേ. ഇത് നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാ ചായയും സമോസയൊക്കെ. അപ്പം നമ്മളത് കഴിക്കണം, അല്ലാതെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ഇനി റെസ്റ്റോറൻറ്റിൽ ഞാൻ വരത്തേയില്ല. എന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? ഇവിടെ സാധനം കൈ പിടിച്ച് വേണ്ടേ കഴിക്കാൻ, അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്രാവശ്യത്തേക്ക് അമ്മ കൈ പിടിച്ചൊന്ന് കഴിക്ക്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവരോട് പറയാം കാപ്പിയും സമോസയൊന്നും വെക്കണ്ടാന്ന്. ശരി. എന്താ അമ്മേ, തൊണ്ട വല്ല മുള്ളു എല്ലാം കുടുങ്ങിയോ? തൊണ്ട മുള്ളു കുടുങ്ങിയല്ല, വയറ് നിറഞ്ഞപ്പോ ഏമ്പക്കം വിട്ടതാ ഞാന്. ആണോ? ഞാൻ വിചാരിച്ചു തൊണ്ട മുള്ളു കുടുങ്ങിയാണ്. മേഡം കഴിച്ചു കഴിഞ്ഞോ? എന്താടാ കൊച്ചനെ നീ അങ്ങനെ ചോദിച്ചേ? ഞങ്ങളുടെ ഹോട്ടലിൽ ഒരു രീതിയുണ്ട്. ഞങ്ങളുടെ ഹോട്ടലിൽ വന്ന് കഴിക്കുന്നവർക്ക് ഞങ്ങൾ അവസാനം ഒരു ഡ്രിങ്ക് കൊടുക്കും കുടിക്കാനായിട്ട്. അത് കുടിച്ചിട്ടേ ഇവിടെ വരുന്നവർ പോകാറുള്ളൂ. നിങ്ങൾക്കും കൊണ്ടുവന്നതാ അങ്ങനെ ഡ്രിങ്ക്. ഞങ്ങൾക്ക് ഡ്രിങ്ക് ഒന്നും വേണ്ട, ഞങ്ങൾക്ക് വയറ് നിറഞ്ഞായിരുന്നു. ഞങ്ങൾക്ക് ഇനി ഡ്രിങ്ക് ഒന്നും കുടിക്കാനുള്ള സ്ഥലമില്ല വയറ്റില്. അതൊന്നും പറഞ്ഞാൽ ശരിയാവത്തില്ല. ഞങ്ങളുടെ കടയിൽ വരുന്നവർക്ക് എല്ലാവർക്കും ഇത് കൊടുക്കാറുണ്ട്. അവരെല്ലാം ഇത് കുടിക്കാറുമുണ്ട്. എന്നാ ശരി, ഇനിതാ. ഓക്കെ മേഡം, എന്നാൽ ഞാൻ പോവുകയാണെ. അവിടെ ആണേ ബില്ല് പേ ചെയ്യുന്നത്. ഞങ്ങൾക്ക് കണ്ണൊക്കെ കാണാം അവിടെ ബില്ല് പേ ചെയ്യുന്നൊക്കെ. അല്ല മേഡം, ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. ഇതാ അമ്മ, അമ്മയുടെ ജ്യൂസ്. എനിക്ക് വേണ്ടായിരുന്നു, മധുരം ഇട്ടതല്ലേ, എന്നാ കുടിച്ചോളാം. ഞാൻ കുടിച്ചു കഴിഞ്ഞു. അമ്മ വേഗം കുടിച്ചിട്ട് കൈ കഴുകാൻ വാ കേട്ടോ. ഞാൻ പോയി കൈ കഴുകട്ടെന്നാ. ഇതാരായി വരുന്നേ? ഇങ്ങോട്ടാണെന്ന് തോന്നുന്നല്ലോ. വേഗം കുടിച്ചിട്ട് എണീറ്റ് പോകാം. നിങ്ങളാരാ? അതുകൊള്ളാലോ, ഞങ്ങൾ കഴിച്ചോണ്ടിരുന്ന സീറ്റേ വന്നിരുന്നിട്ട് എന്നോട് ആരാ ചോദിക്കുന്നോ? അല്ല, എനിക്ക് നിങ്ങളുടെ പേരറിയാത്തതുകൊണ്ട് ചോദിച്ചാണേ. ശരി. ഭയങ്കര ചോടയാണല്ലോ. എന്തൊരു ചോടയായി പെൺപിള്ളക്ക്. എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് തോന്നിയതായിരിക്കും. തോന്നിയതായിരിക്കും. എന്താണ് സാർ കഴിക്കാനായിട്ട് വേണ്ടത്? എനിക്കൊരു ബീഫ് പിസ്സ വേണമായിരുന്നു. ഓക്കെ സാർ. അല്ല, അത് മാത്രം മതിയോ സാർ? മതി മതി, ഇപ്പം കൊണ്ടുവരാം. സാർ പിസ്സ. താങ്ക് യു വെൽക്കം സാർ. കഴിക്കാം. എന്തൊരു ടേസ്റ്റ് ഈ പിസ്സയ്ക്ക്. എനിക്ക് തോന്നുന്നു പിസ്സയുടെ ടേസ്റ്റ് കുറച്ച് കൂടിയെന്ന്. അല്ല, ഞാനിത് എന്തേ കാണുന്നേ? നിങ്ങളുടെ പിസയ്ക്കകത്താണ് കുറച്ച് ഈച്ച കിടപ്പുണ്ടല്ലോ, ഒരു ഈച്ച. ഞാനിത് എങ്ങനെ പറയും? ഇവരാണെങ്കിൽ കുറച്ച് കളിപ്പൊക്കെ ഉള്ള ആളാണ്. ഇതെങ്ങനെ പറയുന്നേ? എന്തായാലും വേണ്ടിയില്ല, ഒന്ന് പറഞ്ഞേക്കാം. അതെ സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാനിപ്പോൾ കഴിക്കുക. എന്തായാലും കഴിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. കഴിക്കാൻ നേരം ഒന്നും സംസാരിക്കാൻ പാടില്ല എന്നാ പറയുന്നത്. പറയണ്ടെന്നല്ലേ പറഞ്ഞ, പിന്നെ പറയണ്ട. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിസയ്ക്ക്. എന്തായാലും വയറ് നിറഞ്ഞു. നിങ്ങളെന്തോട്ട് പറയാൻ വന്നായിരുന്നല്ലോ. എന്തോ നിങ്ങൾ പറയാൻ വന്നേ? അതെ, സാറിന്റെ പിസയിലാണെ ഒരു ഈച്ച ചത്ത് കിടപ്പുണ്ടായിരുന്നു, അത് പറയാൻ തുടങ്ങിയതാ. എന്നിട്ട് ഇത് ഇപ്പോഴാണോ നിങ്ങൾ പറയുന്നത്? സാറല്ലേ പറഞ്ഞത് കഴിക്കാൻ നേരം ഒന്നും മിണ്ടാൻ പാടില്ല.